കൊണ്ടുവരികയും അതിനെ CPM-ന്റെ വിദ്യാഭ്യാസ മന്ത്രി പോയി അവിടെ ഓഫീസിൽ പോയി ചേർത്തിടാൻ വരെ നിർബന്ധിക്കുകയും അതിലേക്ക് ക്യാബിനറ്റ് അവർ ചെല്ലാതിരിക്കുകയും ഇതെല്ലാം മാധ്യമങ്ങളിലെ പുറത്താക്കി മ്പോൾ അതിന് വരുന്നതെന്താണ്? ഭരണത്തിനകത്ത് എന്തോ ഭയങ്കര അനൈക്യമുണ്ടെന്ന്. ആ അനൈക്യം എന്ന് പറയുന്നത് കാണിക്കാതെ അകത്ത് ചർച്ച ചെയ്ത് തീരേണ്ടതിന് പകരം പുറത്ത് ഇത് വലിയ ചർച്ചാ വിഷയമായപ്പോൾ ആ ചർച്ചയിൽ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയുണ്ട്. പ്രത്യേകിച്ചും ത്രിതല പഞ്ചായത്ത് ഇപ്പോൾ ഭരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒന്ന് മനസ്സിലാക്കാനാണ്, പലപ്പോഴും കേന്ദ്രം ഭരിക്കുന്ന BJP ഗവൺമെൻറ്റാണ്. ആ ഗവൺമെൻറ്റിൻ്റെ നയവും നയപരിപാടികളുമായിട്ട് പലപ്പോഴും ഈ കേരള ഗവൺമെൻറ് യോജിക്കാനൊക്കെ വരും. പല വിയോജിപ്പും നിലനിൽക്കുമ്പോൾ പോലും പലതിനോടും വിയോജിച്ചും മാത്രമേ ഇവർക്ക് ഒരു കേരള ഭരണം കൊണ്ടുപോകുന്നത്. ഇത് ഈ കേരള ഭരണം എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഗവൺമെൻറ് കീഴിലാണ് ഓരോ പ്രദേശങ്ങളും. അപ്പോൾ അങ്ങനെ ഒരു അഡ്ജസ്റ്റ് ചെയ്ത് പോയി എങ്കിൽ അതുകൊണ്ട് രാജ്യത്ത് കുറേ അധികം സമ്പത്ത് കിട്ടുക എന്നുള്ള നല്ല ഉദ്ദേശത്തിൽ ഗവൺമെൻറ് ചെയ്തപ്പോൾ അതിനകത്ത് എന്തെങ്കിലും അപാകത സംഭവിച്ചു എങ്കിൽ അത് ശരിയായാലും തെറ്റായാലും അതിനകത്ത് ചർച്ച ചെയ്ത് തീരേണ്ടതിന് പകരം അത് വളരെ വ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് ത്രിതല പഞ്ചായത്തിൻ്റെ പരാജയത്തിൻ്റെ പ്രധാന കാരണങ്ങൾ ഒന്നത് തന്നെയാണ്. അതിൻ്റെ കണക്കെടുത്താൽ മതി. CPI ആത്മാർത്ഥതയുണ്ടെങ്കിൽ അവർക്ക് ഈ തവണ കിട്ടിയ സീറ്റുകൾ എത്ര എന്ന് അതൊന്ന് പരിശോധിക്കട്ടെ. ആ ത്രിതല പഞ്ചായത്ത് അവർക്ക് കിട്ടിയ സീറ്റുകളുടെ എണ്ണം പരിശോധിച്ചാൽ വളരെ വ്യക്തമായി മനസ്സിലാക്കാം. അവരുടെ സീറ്റ് വളരെ കുറഞ്ഞുപോയി. അതിൻ്റെ കാരണം എന്ത്? അവർ സ്വയം പഠിക്കട്ടെ. അവരൊന്നും മനസ്സിലാക്കണ്ടേ, അവരുടെ പിൻബലം എന്നുള്ളത് ഇവിടുത്തെ പിന്നോക്കക്കാരൻ്റെയും പട്ടികജാതിക്കാരൻ്റെയും പിൻബലമാണ് ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ പാർട്ടിയുടെ നിലനിൽപ്പ് തന്നെ. അതും മനസ്സിലാക്കാതെ എന്നെ തള്ളാൻ ഇന്ന് മാത്രം കാര്യം എന്താണ്? പിന്നെ അദ്ദേഹം ഇവിടെ വന്നു കാശ് മേടിക്കും, കൈ തരും. കാശ് മേടിച്ചപ്പോൾ എന്നോട് പറഞ്ഞതൊക്കെ ഞാനിപ്പോൾ പറയുന്നത് എൻ്റെ മര്യാദ കൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. പിന്നെ നിങ്ങളൊന്ന് മനസ്സിലാക്കണം,